മിശിഹായിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ, നോയമ്പ് അനുഗ്രഹത്തിന്റെയും സമാധാനത്തിന്റെയും പ്രാർത്ഥനയുടെയും ദൈവസ്നേഹം അനുഭവിക്കേണ്ട ഒരു നിമിഷമാണ് വിശുദ്ധ നോയമ്പ്. അപ്പം ഓരോ നോയമ്പിൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ രക്ഷകനായ കർത്താവിനെ സ്വീകരിക്കുന്ന ഒരു ദിവസമാണ്. ഓരോ നോയമ്പിൽ നമ്മൾ മനസ്സിലാക്കണം, കർത്താവായ യേശു മിശിഹ നമ്മളെ അനുഗ്രഹിക്കുന്ന ഒരു നിമിഷം കൂടിയാണെന്ന് മനസ്സിലാക്കുക. നമുക്കറിയാം, പാപം കാരണം കർത്താവിൽ നിന്നും ഓരോ മനുഷ്യനും അകന്നുപോയി. കർത്താവിന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന്മാര് പാപം മുഖേന ആ ഛായയിൽ നിന്നും സാദൃശ്യത്തിൽ നിന്നും അകന്നുപോയി, മാറിപ്പോയി. നമ്മൾ മനസ്സിലാക്കണം, ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ കർത്താവിനെ പോലെ ചിന്തിക്കണം, കർത്താവിനെ പോലെ പ്രവർത്തിക്കണം, നിരന്തരമായ പ്രാർത്ഥനയിൽ കർത്താവുമായി സംസാരിക്കണം. ഓരോ പ്രാർത്ഥനയും നമ്മളെ വിശുദ്ധീകരിക്കണം. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന വചനഭാഗം ജോയലിന്റെ പുസ്തകത്തിൽ നിന്നും 2-ാം അധ്യായം 12-ാം വാക്യമാണ്. കർത്താവ് അരുളി ചെയ്യുന്നു, ഇപ്പോഴെങ്കിലും ഉപവാസത്തോടും വിലാപത്തോടും നെടുവീർപ്പോടും കൂടെ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എന്റെ അടുക്കിലേക്ക് തിരിച്ചു വരുവിൻ. ഉപവാസമെടുക്കണം, പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും കർത്താവിന്റെ അടുത്ത് തിരിച്ചു വരാൻ വേണ്ടിയാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ആദ്യം കർത്താവിന്റെ അടുത്ത് ഒരു വ്യക്തി കടന്നു വരുന്നെങ്കിൽ അവന്റെ മനസ്സിൽ സ്നേഹമുണ്ടാവണം, സമാധാനമുണ്ടാവണം, അവൻ ക്ഷമിക്കാൻ അവന് സാധിക്കണം. നമ്മുടെ എല്ലാ പ്രശ്നം നമ്മൾ ചിരിച്ചു കാണിക്കും, നമ്മൾ സന്തോഷമായി സംസാരിച്ചു കാണിക്കും. പക്ഷെ നമ്മുടെ ഹൃദയത്തിൽ ആ വ്യക്തിയോട് ദേഷ്യം അല്ലെങ്കിൽ ആ വ്യക്തിയോട് സ്നേഹക്കുറവുണ്ട്. കർത്താവായ യേശു മിശിഹ എല്ലാവരോടും ക്ഷമിച്ചു. കുരിശിൽ കടന്നുകൊണ്ട് പ്രാർത്ഥിച്ചാണ്, പിതാവായ ദൈവമേ, ഇവരോട് ക്ഷമിക്കണമേ, ഇവർ ചെയ്യുന്ന എന്താണെന്ന് ഇവർ അറിയുന്നില്ല. പ്രിയമുള്ളവരെ, മനുഷ്യൻ നമ്മളെ വേദനിപ്പിക്കും, മനുഷ്യൻ നമ്മളെ സങ്കടപ്പെടുത്തും. പക്ഷെ നമ്മളൊന്ന് ക്ഷമിച്ചു കൊടുക്കുക. എത്രത്തോളം നമ്മൾ ക്ഷമിക്കും, അത്രത്തോളം ക്രിസ്തുവിന്റെ സ്നേഹവും ക്രിസ്തുവിന്റെ ആത്മാവും നമ്മുടെ ഒപ്പം ജീവിക്കും. പ്രിയമുള്ളവരെ, ഇന്നത്തെ ഈ നോയമ്പിൽ 2 വചനം നിങ്ങളുമായി പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, എസ്രയുടെ പുസ്തകം 8-ാം അധ്യായം 23-ാം വാക്യം. അതിപ്രകാരമാണ്, അതിനാൽ ഞങ്ങൾ ഉപവസിച്ച് ദൈവത്തോടും യാചിക്കുകയും അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്തു. ഉപവസിച്ചാൽ നമുക്ക് ദൈവത്തോട് യാചിക്കാൻ സാധിക്കും. ദൈവം നമ്മുടെ പ്രാർത്ഥന നമ്മളെ കേൾക്കും. അപ്പോൾ നന്നായി ഉപവാസം എടുത്ത് നമ്മൾ പ്രാർത്ഥിക്കണം. നോയമ്പിൽ പ്രാർത്ഥിച്ച് നമ്മൾ ദൈവത്തിന്റെ അടുത്ത് എത്തണം. പ്രാർത്ഥിച്ച് നമ്മുടെ മനസ്സും ദൈവമായി എത്ര പാപം മുഖേന എത്ര അകൽച്ച ഉണ്ടായി, അത് പ്രാർത്ഥനയോടെ നമ്മൾ പൂർത്തീകരിക്കണം. എന്നാൽ അതേ സമയത്ത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 4-ാം വാക്യം നമ്മൾ ഓർമ്മപ്പെടുത്തേണ്ട ഒരു വചനമാണ്, വിലപിക്കുന്നവൻ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കപ്പെടും. നിങ്ങളുടെ ഹൃദയത്തിൽ വേദന ഉണ്ടാകാം, ഒരുപാട് വ്യക്തികൾ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടാവാം. കാര്യമാക്കണ്ട, നമ്മളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ദൈവമുണ്ട്. ഈ ഒരു നോയമ്പ് കാലത്ത് നമുക്കൊരു തീരുമാനമെടുക്കാം, കർത്താവിനോടൊപ്പം പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ചു ദൈവാത്മാവ് ഇറങ്ങി വരട്ടെ, നമ്മുടെ എല്ലാ പാപങ്ങളും ക്ഷമിക്കട്ടെ, നമ്മളെ കൂടുതൽ വിശുദ്ധിയിൽ ദൈവം നമ്മളെ കൈക്ക് പിടിച്ചുയർത്തട്ടെ. നമുക്ക് പ്രാർത്ഥനയോടെ ഈ നോയമ്പിൽ നമുക്ക് നമ്മളെ തന്നെ ഈശോയിലേക്ക് സമർപ്പിക്കാം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ.